അക്ഷയുടെ പുതിയ വീഡിയോ ബ്ലോഗിൽ നമ്മൾ ഏറ്റവും പുതിയ മാരുതി ഡിസയർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. 2024 നവംബറിലാണ് നമ്മൾ ഈ വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പുതിയ ഡിസയറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് പുതിയ എഞ്ചിൻ വന്നു, ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് വന്നു, പുതിയ ഒരുപാട് ന്യൂ ജെൻ ഫീച്ചേഴ്സ് നമുക്ക് ഡിസയറിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് മാരുതി. ഏറ്റവും പുതിയ ഡിസയറിന്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് നോക്കാം. ഡേ ടൈം റണ്ണിംഗ് ലാംപ്സ് വിത്ത് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ഒരു 4 ചേംബർ ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ്. LED ഫോഗ് ലാംപ്സ് ഇൻബിൽറ്റ് നമുക്ക് വരുന്നുണ്ട്. അത് ഒരു LED ലൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ ഗ്രില്ലൊക്കെ നോക്കുന്ന ഒരു പ്രീമിയം ലൈറ്റ് ഗ്രില്ലാണ് വരുന്നത്. സുസുക്കിയുടെ എംബ്ലം നമുക്ക് മിഡിലായിട്ട് കാണാം. ഇവിടെയൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്, പിന്നെ അതിന്റെ താഴെ ഒരു ക്രോം ഫിനിഷുകൾ കാണാം. ഇതിന്റെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എയറോഡൈനാമിക് ഡിസൈൻ ആണ്. ഫ്രണ്ട് ബമ്പർ ഒക്കെ കുറച്ച് അട്രാക്റ്റീവ് ആണ്. ഇവിടേക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു SUV മോഡൽ ഒരു നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രീമിയം ഒരു വണ്ടി കാണാൻ അതേ ഒരു ഫീലാണ് നമുക്ക് പുതിയ ഡിസയർ കാണുമ്പോൾ തോന്നിക്കുന്നത്. സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് 360 ഡിഗ്രി വ്യൂ ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. അത് ആദ്യമായിട്ടാണ് നമുക്ക് ഡിസയറിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സെഡാൻ വണ്ടികളിൽ മാരുതി ആദ്യമായിട്ടാണ് ഈ ഒരു 360 വ്യൂ ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ സൈഡ് ഗ്ലാസസ് ഒക്കെ തന്നെ ഇവിടെ ഒരു വിൻഡോ ഫ്രെയിം കിറ്റ് ഒക്കെ ഇൻബിൽറ്റ് വരുന്നുണ്ട്. അതായത് റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇൻബിൽറ്റ് വരുന്നു. പിന്നെ പുതിയൊരു ഫീച്ചറായിട്ട് നമുക്ക് വന്നതാണ് സൺറൂഫ്. ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് മാരുതി സൺറൂഫ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു അടുത്ത ഫീച്ചർ ഷാർഫിൻ ആന്റിന വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഫീച്ചറായിട്ട് മാരുതി പറയുന്ന ഒരാണ് 5 സ്റ്റാർ സേഫ്റ്റിയാണ് നമുക്ക് പുതിയ ഡിസയറിൽ വന്നിരിക്കുന്നത്. മാരുതി വണ്ടികളിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഒരു 5 സ്റ്റാർ സേഫ്റ്റി വരുന്നത്. ഡിസയറിലാണ് നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. റിയറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇൻബിൽറ്റ് സ്പോയിലർ കാണാം, സുസുക്കിയുടെ എംബ്ലം കാണാം. ഇവിടെ ഒരു ബ്ലാക്ക് പിയാനോ ഫ്ലാഗ് ഫിനിഷിന്റെ അകത്തൊരു ക്രോം ലൈനിങ്സ് കാണാം. ഒരു ബൂമറ ഷേപ്പിലുള്ള LED ടെയിൽ ലാംപ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ബൂട്ട് കപ്പാസിറ്റി അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബൂട്ടാണ് നമുക്ക് ഡിസയറിൽ വരുന്നത്. പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ്, 4 റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എല്ലാ വേരിയന്റ് ഇൻബിൽറ്റ് വരുന്നുണ്ട്. റിയറിലേക്ക് വരുവാണെങ്കിൽ സുസുക്കിയുടെ എംബ്ലോ ഡിസയർ എന്നുള്ള ബാഡ്ജിങ് മാത്രമേ ഉള്ളൂ. ഏത് വേരിയന്റ് ആണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയിട്ടുള്ള ZXA പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് നമുക്ക് ഡിസയറിൽ വരുന്നത്. ഡിസയർ നോക്കുന്നവർക്കെല്ലാം ബുക്ക് ചെയ്തിടണം. കാരണം വെയിറ്റിംഗ് പീരീഡ് 1 മാസത്തോളം വരുന്നുണ്ട്. നിങ്ങൾ ജനുവരിയിലേക്ക് ഡിസംബറിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്തിട്ടാൽ നമുക്ക് വണ്ടി അവൈലബിൾ ആകത്തുള്ളൂ. അപ്പോൾ ആർക്കൊക്കെ നമുക്ക് വണ്ടി നോക്കുന്നുണ്ടോ, നമ്മുടെ വണ്ടികളൊക്കെ ബുക്ക് ചെയ്തിടേണ്ടതായിട്ടുണ്ട്. നമുക്ക് സിമ്പിൾ പ്രോസസ്സേ ഉള്ളൂ ബുക്ക് ചെയ്തിടാനായിട്ട്. നമുക്ക് ഇതിന്റെ മൈലേജ് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക് വേരിയന്റിന് 25 മൈലേജ് വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് മാരുതി ഇത്രയും വലിയ വണ്ടികൾക്ക് 25 മൈലേജ് വരുന്നത് ഓട്ടോമാറ്റിക് വേരിയന്റിന്. ഇതുകൂടാതെ മാനുവലിനാണെങ്കിൽ 24 മൈലേജ് വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും മൈലേജ് കൂടിയതും ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ളതും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് നമുക്ക് പുതിയ ഡിസയർ വരുന്നത്. ഒരുപാട് നമുക്ക് മാരുതി പുതിയ പ്രത്യേകതകളും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇതിന്റെ പ്രൈസ് വലുതായിട്ട് കൂടിയിട്ടില്ല. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 7,80,000 രൂപ നമുക്ക് അവൈലബിൾ ആണ് ഓൺ റോഡ് പ്രോഡക്റ്റ് ഈ വണ്ടി. സെക്കൻഡ് വേരിയന്റ് ആണ് ഒരു 9 ലക്ഷം രൂപ താഴെ വരത്തുള്ളൂ. 360 ഡിഗ്രി ഫ്രണ്ട് വ്യൂവിന്റെ ക്യാമറ വരുന്നത് നമ്മുടെ ഈ ഗ്രില്ലിന്റെ തൊട്ട് താഴെയായിട്ടാണ്. നമുക്ക് ഈ ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് വന്നു. 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് വന്നു. 5 സ്റ്റാർ സേഫ്റ്റി കിട്ടി പുതിയ ഡിസയറിന്. ഏറ്റവും കൂടുതൽ പ്രീമിയം ലുക്ക് വരുന്ന ഒരു മോഡലാണ് നമ്മുടെ പുതിയ ഡിസയർ എന്ന് പറഞ്ഞ വണ്ടി. ഇതിന് നമുക്കപ്പോൾ ഇന്റീരിയർ കാഴ്ചകളിലേക്ക് കടക്കാം. നമുക്ക് ഡ്രൈവർ സൈഡ് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പണ്ടത്തെ ഡിസയർ ഓപ്പൺ ചെയ്യുന്ന പോലെ, പല വണ്ടികൾ ഓപ്പൺ ചെയ്യുന്ന പോലെയല്ല മാരുതിയുടെ. നല്ല ഹെവി വെയിറ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പുതിയ ഡിസയർ ഓപ്പൺ ചെയ്യുന്നത് തന്നെ. പുതിയൊരു തീമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് ടച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോം ലൈനിങ്, അവിടെ തന്നെ ഒരു ബീച്ച് കളറിന്റെ ഒരു കോമ്പിനേഷൻ, പിന്നെ ഇവിടെ തന്നെ ഫുൾ ബ്ലാക്ക്. പിന്നെ ഇവിടെ ഒരു കുഷ്യൻസും കാര്യങ്ങളൊക്കെ കാണാം. 1 ലിറ്റർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. മിറർ ഫോൾഡിങ്, മിറർ കൺട്രോളിങ്, 4 ഡോർ പവർ വിൻഡോസ്, മിറർ അൺലോക്കിംഗ്, ലോക്കിംഗ് കാര്യങ്ങളെല്ലാം ഈ ഭാഗത്ത് വരുന്നുണ്ട്. സ്പീക്കേഴ്സ് ഒക്കെ ഡോർസിലാണ്. പിന്നെ അഡീഷണൽ ഒരു ട്യൂട്ടറും പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട്. പിന്നെ ഇതിന്റെ സീറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ പുതിയൊരു പ്രീമിയം സീറ്റ്സ് ആണ് വരുന്നത്. ഒരു ബീച്ച് തീമാണ് വരുന്നത്. 6 എയർ ബാഗ്സ് നമുക്ക് ടോട്ടൽ വരുന്നുണ്ട്. 6 എയർ ബാഗ്സ് വരുന്ന ഒന്ന് സ്റ്റിയറിംഗ്, ഒന്ന് ആ കോ ഡ്രൈവർ സീറ്റിന്റെ അവിടെ. പിന്നെ ഈ എയർ ബാഗ്സ് വരുന്ന സീറ്റിനുള്ളിൽ നിന്നും വരുന്നുണ്ട്, ഈ ഒരു സൈഡിൽ നിന്നും വരുന്നുണ്ട്, ഈ ഒരു പില്ലറിനകത്തുനിന്നും എയർ ബാഗ്സ് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 6 എയർ ബാഗ്സ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. ഏറ്റവും ബേസ് മോഡലോട്ട് തന്നെ നമുക്ക് ഈ 6 എയർ ബാഗ് വരുന്നുണ്ട്. 7,80,000 തൊട്ട് നമുക്ക് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്റീരിയർ കാഴ്ചകളാണ് നമ്മൾ ഇരിക്കുന്നത്. പുതിയ സ്റ്റിയറിംഗ് വീലാണ്, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇതിൽ തന്നെ ഒരു ലെതർ റാപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫങ്ഷൻസ് നോക്കുവാണെങ്കിൽ കോൾ കണക്ടിവിറ്റീസ് ഉണ്ട്, വോളിയം കൺട്രോൾസ് ഉണ്ട്, കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്, ക്രൂയിസ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. ഓട്ടോ ഹെഡ് ലാംപ്സ് പോലത്തെ ഫംഗ്ഷൻ നമുക്ക് ഒരു സ്റ്റിയറിംഗ് വീൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. പുതിയൊരു ഡിസയർ വരുന്ന ഫീച്ചറാണ് ഓട്ടോ AC. പിന്നെ വയർലെസ് ചാർജിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്.
പിന്നെ 9-inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. ഇന്നത്തെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വയർലെസ് ആണ്. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നോക്കുവാണെങ്കിൽ സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ 2 മീറ്റർ ഉണ്ട്. അകത്തൊരു TFT ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 2 നോബ്സ് ഉണ്ട്. പിന്നെ പുതിയ ഫീച്ചറായിട്ട് വന്നിരിക്കുന്നതായിട്ട് ഇവിടെ ടിക്കറ്റ് ഹോൾഡറേ ഉള്ളൂ, മിറർ വരുന്നില്ല. ഇവിടെ ടിക്കറ്റ് ഹോൾഡർ, മിറർ ഉണ്ട് വിത്ത് ലൈറ്റ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ 2 റീഡിംഗ് ലാംപ്സ് ഉണ്ട്. ഇൻസൈഡ് മിറർ മാനുവൽ ഡിമ്മിംഗ് ആണ് വരുന്നത്, ഓട്ടോ ഡിമ്മിംഗ് വരുന്നില്ല. പിന്നെ ഇവിടത്തെ USB ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ഇവിടെ അഡീഷണൽ ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഇന്ത്യയുടെ തീം നോക്കുവാണെങ്കിൽ ഒരു ബീച്ച് കളർ, ഒരു ബ്ലാക്ക് കളർ, പിന്നെ ഒരു സിൽവർ ഫിനിഷ്, പിന്നെ ഇവിടെ ഒരു വുഡൻ ഫിനിഷ്. ഇതൊക്കെ എല്ലാം കൂടെ വരുമ്പോൾ തന്നെ ഒരു ഇന്റീരിയർ, ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ ഡിസൈറിന് ഇന്റീരിയർ എന്ന് പറയാം. ഡോർ പാഡ് എല്ലാം തന്നെ നമ്മൾ മുമ്പേ കണ്ട പോലത്തെ അതേ ഫിനിഷ് ആണ് വരുന്നത്. ഇവിടെ ഒരു അഡീഷണൽ കുഷൻ ഉണ്ട്, പക്ഷെ ലെതർ ടൈപ്പ് അല്ല, നോർമൽ ഫിനിഷ് ആണ്. പിന്നെ ഇവിടെ പവർ വിൻഡോസിന്റെ കൺട്രോൾ ഉണ്ട്. 4 ഡോർ പവർ വിൻഡോസിന്റെ കൺട്രോൾ എല്ലാം നമുക്ക് ഡോർ പാഡിൽ തന്നെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് നോബ് നോർമൽ ഗിയർ നോബ് തന്നെയാണ് വരുന്നത്. നമുക്ക് മിഡിൽ ആംബ്രസ്റ്റ് വരുന്നില്ല. ഇവിടെ 2 ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് വരുന്നുണ്ട് മിഡിലായിട്ട്. റിയർ AC വെന്റിന്റെ ഓപ്ഷൻ അവിടെ കാണാം. പിന്നെ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഡിസൈറിന്റെ ഇന്റീരിയറിലേക്ക് വന്നിരിക്കുന്ന ഫീച്ചർ. ഏറ്റവും പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറാണ് പുതിയ സൺറൂഫ് വന്നിട്ടുണ്ട്. ഇതിന്റെ കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു ചെറിയ സൺറൂഫാണ്. നമുക്ക് ഈ ഡിസൈർ പോലത്തെ വണ്ടികൾക്ക് ഇങ്ങനത്തെ ഒരു സൺറൂഫാണ് മെയിൻലി വരുന്നത്. മാരുതിയുടെ ഏറ്റവും പുതിയൊരു ഫീച്ചറാണ് നമുക്ക് സൺറൂഫ് വന്നിരിക്കുന്നത്. ജസ്റ്റ് നമുക്കിത് അപ്പ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അപ്പ് ചെയ്ത് വെക്കാം. പിന്നെ ഫുള്ളായിട്ട് തുറക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അതല്ല ഇലക്ട്രിക്കലി നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടാൻ പറ്റുന്നുണ്ട്. ഈ വന്നിരിക്കുന്ന അടുത്തൊരു ഫീച്ചറാണ് പ്രീമിയം ഫീച്ചറായിട്ട് വന്നത് 360 വ്യൂ ക്യാമറയുടെ ഓപ്ഷൻ. 360 വ്യൂ ക്യാമറ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോളിന്റെ കൺട്രോൾ ഉണ്ട്, പിന്നെ ഓട്ടോ ഓഫ്, ഓട്ടോ ഓൺ ഫംഗ്ഷൻ ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് വണ്ടിയിൽ വരുന്നത്. കീ വരുമ്പോൾ തന്നെ നോർമൽ ടൈപ്പ് കീ അല്ല, ഇപ്പൊ തന്നെ അതിൽ തന്നെ ഒരു ബൂട്ട് ഓപ്പണിങ്ങിന്റെ ഫംഗ്ഷനും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് 360 വ്യൂ ക്യാമറയുടെ ഓപ്ഷനുകൾ കണ്ടു നോക്കാം. വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ട് കഴിയുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. ഫുൾ 3D ഡയമെൻഷൻ ഉള്ള വ്യൂ നമുക്ക് ഇന്റീരിയറിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. വണ്ടി എവിടെ കറക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. ഫ്രണ്ട് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് അയച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആ ഫ്രണ്ട് വ്യൂ വരുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ കാണുന്ന ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ നമുക്ക് പല രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് വ്യൂ മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് വ്യൂ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് വ്യൂവും കൂടെ നമുക്ക് കാണാൻ പറ്റും. അതായത് ലെഫ്റ്റ് സൈഡിൽ എന്ത് ഇതുണ്ടെങ്കിലും നമുക്ക് ഇഷ്യൂസ് എന്തെങ്കിലും കാണാൻ പറ്റും. പിന്നെ അതായത് ടോപ്പിൽ നിന്നുള്ള വ്യൂവും ലെഫ്റ്റ് സൈഡിലെ വ്യൂവും കൂടെ ഒരുമിച്ച് കാണുന്ന ഒരു ഓപ്ഷനാണ്. ലെഫ്റ്റ് സൈഡിലെ വ്യൂവും കാണാം, ടോപ്പിൽ നിന്നുള്ള വ്യൂവും കാണാം. അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇടുവാണെങ്കിൽ റിവേഴ്സ് വ്യൂ വരും. അതിൽ തന്നെ നമുക്ക് 3 ലൈൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഇതുപോലെ റിവേഴ്സ് മാത്രമായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബാക്ക് മാത്രമായിട്ട്. ബാക്കും ലെഫ്റ്റ് സൈഡും കൂടെ കാണുന്ന ഓപ്ഷൻ ഉണ്ട്, ലെഫ്റ്റ് സൈഡും ടോപ്പ് വ്യൂ. അങ്ങനെ എല്ലാ ഡയമെൻഷനുള്ള വ്യൂ നമുക്ക് ഈ ഇതിന്റെ ഇന്റീരിയറിൽ ഇരുന്ന് തന്നെ കിട്ടും. ഏകദേശം 11 ലക്ഷം രൂപ തൊട്ട് നമുക്ക് ഇതിന്റെ ഓൺ റോഡ് ടോപ്പ് എൻഡ് നമുക്ക് കിട്ടുന്നതാണ് ഈ വണ്ടിയുടെ. അപ്പൊ നമുക്ക് ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് കടക്കാം. പുതിയ റിയർ സീറ്റിന്റെ ഫീച്ചേഴ്സ് നമുക്ക് കണ്ടു നോക്കാം. റിയർ സീറ്റിലേക്ക് കയറുന്ന വഴിക്കുള്ള ഡോർ പാഡിൽ നമുക്ക് ഇവിടെ ഒരു കുഷൻസ് വന്നിട്ടുണ്ട്. ഇതൊരു ലെതർ ഫിനിഷ് പോലത്തെ കുഷൻസ് അല്ല, ഇവിടെ ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ഈ പവർ വിൻഡോസിന്റെ കൺട്രോൾ കാണാം, ബോട്ടിൽ സ്പേസ് ഉണ്ട്. നമുക്ക് അകത്തെ ഫീച്ചേഴ്സ് നോക്കാം. പുതിയ ഹെഡ് റെസ്റ്റ് അല്ല, അഡ്ജസ്റ്റബിൾ ആണ്. മിഡിൽ ഇരിക്കുന്ന ആൾക്ക് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. ഇവിടെ ഒരു ആംറെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. സീറ്റ്സ് ഒക്കെ അത്യാവശ്യം റിക്ലൈൻ ആയിട്ടുള്ള സീറ്റ്സ് ആണ് വരുന്നത്. നല്ല ടൈപ്പ് ഓഫ് സപ്പോർട്ടുള്ള സീറ്റ്സ് ആണ് വരുന്നത്. ഒരു ബീച്ച് കളറാണ് നമുക്ക് ഇന്റീരിയർ വരുന്നത്. നമുക്ക് റിയറിലേക്ക് ഒന്ന് കയറി ഇരുന്ന് നോക്കാം. റിയറിൽ തന്നെ AC വെന്റ്സ് വരുന്നുണ്ട്. അതിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. മിഡിലിരിക്കുന്ന ആൾക്ക് ആംറെസ്റ്റ് വിത്ത് ഹബ് ഹോൾഡർ ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഗ്രാമ്പ് ഹാൻഡിൽസ് ഉണ്ട്, അതെല്ലാം സ്പ്രിംഗ് ലോഡർ ആണ്. ഇവിടെ സെപ്പറേറ്റ് റീഡിംഗ് ലാംപ്സ് കാണാം, അതും നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനായിരിക്കും. ഇവിടെ 2 പാസഞ്ചർക്ക് ആ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഗ്രാബ് ഹാൻഡിൽസ് ഉണ്ട്, അതെല്ലാം സ്പ്രിംഗ് ലോഡർ ആണ്. നല്ലൊരു ബാക്ക് വ്യൂ വിസിബിലിറ്റി നമുക്ക് ഫ്രണ്ട് വ്യൂ എല്ലാം കിട്ടുന്നുണ്ട്. സൈഡ് ഗ്ലാസസ് ഒക്കെ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള സൺ ഗ്ലാസസ് ആണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു വ്യൂ പ്രസൻസ് ഈ ബൈക്കിൽ ഇരിക്കുന്നത് കിട്ടും. ഞാനിപ്പം ലെഗ് നല്ല രീതിയിൽ കയറ്റി വെച്ചിട്ടില്ല, എന്നാൽ പോലും നമുക്ക് നല്ലൊരു ലെഗ് സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാക്സിമം കാല് കയറ്റി വെച്ചാൽ പോലും നമ്മുടെ മുട്ട് കഴിഞ്ഞിട്ട് ഒരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഈ ഒരു സീറ്റാണ് മാക്സിമം കയറ്റി ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയും കൂടെ ഇരുന്ന് നോക്കാം. ഇപ്പൊ മാക്സിമം കയറ്റി ഇട്ടാൽ പോലും നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. എന്നാൽ പോലും ഒരു നല്ല രീതിയിൽ കയറ്റി ഇട്ടിട്ട് പോലും ഇത് നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെഡാനാണ് നമുക്ക് പുതിയ ഡിസയർ എന്ന് പറയുന്നത്. സ്പേഷ്യസ് ആണ്, ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് പുതിയ പ്രീമിയം ഫീച്ചേഴ്സും വന്നു. എന്നാൽ പ്രൈസും കൂടിയിട്ടില്ല. ഈ വിലയ്ക്ക് ഒരു ഏറ്റവും നല്ലൊരു ബെസ്റ്റ് സെഡാൻ നോക്കുന്നവർക്ക്, മൈലേജ് നോക്കുന്നവർക്ക് മാരുതിയുടെ ഡിസയർ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് വണ്ടിയുമാണ്.
ഫീച്ചേഴ്സും ഉണ്ട്, മൈലേജും ഉണ്ട്. കാരണം 25.25 ഇതിന്റെ ഓട്ടോമാറ്റിക്കിന്റെ മൈലേജ് വരുന്നത്. ഈ ഡിസൈറിന്റെ ബൂട്ട് ഓപ്പണിംഗ് നമുക്ക് ഈ ഒരു ചാവിയെ തന്നെ വരുന്നുണ്ട്. ഇവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി, ഈ ബൂട്ട് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകുന്നതായിരിക്കും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് പേ ആണ് നമുക്ക് ഡിസൈറിൽ വരുന്നത്. നമുക്ക് ബൂട്ട് ഒന്ന് കണ്ടു നോക്കാം. ഇതിന്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്ന ഏകദേശം 380 ലിറ്റർ 400 ലിറ്ററോട് അടുപ്പിച്ച് ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. സ്റ്റെപ്പിനി ടയർ വരും താഴെയായിട്ടാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു ടൂൾ ബോക്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വാണിംഗ് ട്രയാങ്കിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സെപ്പറേറ്റ് ലാംപ്സ് ഉണ്ട്. അത് നമുക്ക് ബൂട്ടിലേക്ക് സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് വെക്കാനും കാര്യങ്ങളും ഒക്കെ. കൂട്ടുകാരെ, ആരൊക്കെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമുക്ക് സബ്സ്ക്രൈബർ അത്യാവശ്യമാണ്. അപ്പം പുതിയ ഡിസൈറിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആരൊക്കെ പുതിയ ഡിസൈർ നോക്കുന്നുണ്ട്, അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ അതിന്റെ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.